Hello guys, let's do it. Get ready with me. ഇന്ന് Okay, let's do it. ആലോചിക്കുക. ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഡോക്ടർ ഷീത്തിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഫേസിലും അതുപോലെ നെക്ക് പോർഷനിലും. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ എപ്പോഴും നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് അതിൻ്റെ കൂടെ മസാജും ചെയ്യുക. ദെൻ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൺസ്ക്രീൻ സെയിം ഡോക്ടർ ഷീത്തിൻ്റെ തന്നെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തുള്ള കോജിക് ആസിഡും നയാസിനമൈഡും ഉണ്ട്. ദെൻ അത് ഒരു 2 ഫിംഗറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത്രയും എമൗണ്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസിലും നെക്ക് പോർഷനിലും എക്സ്പോസ്ഡ് ഏരിയയിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു 20 മിനിറ്റിന് മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പുറത്ത് പോയതിന് ശേഷം ഒരു 2 to 3 hours വിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് നമുക്ക് നല്ല സ്കിന്നായിട്ട്, ഈവൻ സ്കിൻ ടോണായിട്ട് കാണാനായിട്ട് നന്നായിരിക്കും. ദെൻ ജ്യൂസി ലിപ്സ് എന്ന് പറഞ്ഞൊരു ലിപ് ബാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് ഹാസൽനട്ടിൻ്റെ ഡാസ്ലറിൻ്റെ. അത് നമ്മൾ ലിപ് ബാം ഇട്ടത് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാനാണ്. അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയുള്ള ഒരു ലിപ് ഷെയ്ഡ് കൂടെയാണിത്. അപ്പോൾ ഈ ഇടയ്ക്ക് മീഡിയാസിലൊക്കെ വൈറലായ ഒന്നും കൂടെയാണ്. ഈ ഒരു ബ്രൗൺ ലിപ് ഷെയ്ഡ് നമുക്ക് ഒരു ഇന്ത്യൻ സ്കിൻ ടോണുകൾക്ക് നല്ലതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് തോന്നും. ദെൻ അത് കഴിഞ്ഞ് ഞാൻ താഴെ കണ്ണെഴുതി. അത് കഴിഞ്ഞ് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ച് മുകളിൽ കണ്ണെഴുതി. ഭയങ്കര പാടാണ് നമുക്ക് വിങ്സൊക്കെ ഇടാനായിട്ട്. അപ്പം ഒരു ചെറിയ ലെയറിലാണ് ഞാൻ കണ്ണെഴുതിയത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വിങ്സ് ഇട്ടാക്കി കൊടുത്തു. പിന്നെ താഴെയുള്ള പോർഷനിൽ നമ്മൾ കണ്ണെഴുതുന്നുണ്ട്, വിരൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ദെൻ അടുത്ത പോർഷനിലും അടുത്ത കണ്ണിലും നമ്മൾ എലൈനർ എഴുതി. അതുപോലെ വിങ്സ് ഇട്ട് കൊടുത്തു. വിങ്സ് എപ്പോഴും ഈക്വലായിട്ട് വരാനായിട്ട് ഭയങ്കര ടാസ്ക്കാണല്ലേ, ഹൈലി ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എലൈനർ വെച്ച് വിങ്സ് ഇടുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും കറക്റ്റാവണമെന്നില്ല, പക്ഷേ ഇപ്പം കറക്റ്റായി. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അങ്ങനെ ഞാനൊരു പൊട്ടൊക്കെ ഇട്ടു. അങ്ങനെ സാധാരണ ഞാൻ പൊട്ടൊന്നും ഇടാറില്ല, എന്നാലും ഞാൻ പൊട്ടൊക്കെ ഇട്ടു. ഗൈസ്, എൻ്റെ പിരിയം കണ്ടെന്നെങ്കിൽ തോന്നുന്നുണ്ടോ? 2 പിരിയവും അതുപോലെ തന്നെ ജന്മന അങ്ങനെ കേട്ടോ. അത് ഞാൻ നോക്കാൻ വേണ്ടി എടുത്തതല്ലേ, പെട്ടെന്ന് താഴ്ത്തന്നെ താഴെ ഷൂസ് ഇരിപ്പുണ്ടല്ലോ ബെഡിലൊക്കെ വീണു. എന്നിട്ട് ഞാൻ ബെഡൊക്കെ പോയി കഴുകിയിട്ട് പുതിയ ബെഡൊക്കെ വെച്ച്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യിക്കുന്നത് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ രീതിയിലാണ്. അപ്പം ഉണ്ട് ഗൈസ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ കമ്മൽ ചെയ്ത് ചെറുതായിട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അപ്പോൾ ടാറ്റാ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.